ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറാഠയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പിന്നെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പറാഠയാണത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് യാത്രകളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒന്നാണത്. ഒരു ട്രെയിൻ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ്. 2-3 ദിവസമൊക്കെ കേടുവരാതിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാലക്കാണ് എടുത്തിരിക്കുന്നത്. പാലക് ചീര എന്നൊക്കെ പറയില്ലേ അത്. അപ്പോൾ അത് ഒരുപാട് അയൺ റിച്ചാണ്, വൈറ്റമിൻ എ ഒക്കെ ഒരുപാടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ഇതേപോലെ പൊറാട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഏതെങ്കിലും ദിവസം മടിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം പാലക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പാലക്ക് ഓരോന്നായിട്ട് നമ്മൾ പൈപ്പിൻ്റെ ചുവടെ കാണിച്ചിട്ട് ഓരോ ഇലയായിട്ട് കഴുകുക. നല്ല മണ്ണുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഓരോ ഇലയായിട്ട് തന്നെ എടുത്ത് കഴുകിയിട്ട് അതിൻ്റെ തണ്ട് ഒട്ടും പാടില്ല. തണ്ട് നന്നായിട്ട് മുറിച്ച് കളയുക. ഇല മാത്രമേ പാടുള്ളൂ. ആ ഇല എന്നിട്ട് നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ മാറ്റിയതിൻ്റെ ശേഷം നന്നായിട്ട് ചെറുതായിട്ട് അരിയണം, കൊത്തി അരിയണം. വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം പാലക്കിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഒരു 180 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഒരു 180 ഗ്രാം ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ പാലക്കിൻ്റെ ഇല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കുക, അല്ലെങ്കിൽ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. നമ്മൾ എരിവിന് ഇതിൽ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ എരിവിനനുസരിച്ച് അത് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇതിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് അയമോദകത്തിൻ്റെ ടേസ്റ്റുള്ള ആൾക്കാർക്ക് ചെറിയ ജീരകത്തിന് പകരം കുറച്ച് അയമോദകം ചേർത്താൽ മതി. അയമോദകം ആകുമ്പോഴും വയറിനൊക്കെ നല്ലതാണ്. ഞാൻ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അയമോദകമാണ് ചേർക്കുന്നത്. ഇതിൽ ഞാൻ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മളിതിൽ കുറേ മസാല ചേർക്കില്ല. കുറേ മസാല ചേർത്തതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ്, അതായത് ബേസൻ എന്നൊക്കെ പറയില്ലേ, അതാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ബജ്ജിക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ കടലമാവിന് 2 ടേബിൾ സ്പൂൺ. അപ്പം നിങ്ങൾക്ക് കടലമാവ് ഇല്ലാതെയും ഇത് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ കടലമാവ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിലേക്ക് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. 2 കപ്പ് നമ്മൾ സാധാരണ 250 ml ആ മെഷറിംഗ് കപ്പിൽ ഞാൻ 2 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കൂടുതലായി പോണ്ട. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, 2-3 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ സാധാരണ റിഫൈൻഡ് ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം വേറെ മസാലയൊന്നും ഇതിൽ ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിലിപ്പോൾ ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാലക്കിൻ്റെ കൂടെ എപ്പോഴും വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഒരു 3-4 അല്ലി, ചെറിയ അല്ലി കേട്ടോ, വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ചേർക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും പാലക്കിൻ്റെ എന്ത് ഡിഷിലും നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഞ്ചിയുടെ കൂടെ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം പാലക്കിൽ വെള്ളമുള്ള കാരണം നമ്മൾ ഈ ഉപ്പും കൂടി മിക്സ് ചെയ്യുമ്പോൾ പാലക്കിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ കേട്ടോ ഇത് കുഴയ്ക്കാവൂ. ഒരു 3/4 കപ്പിന് താഴെ വെച്ചിട്ട് വെള്ളം മതിയാവും ഇതിന്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുക. ഞാൻ കുറച്ച് എണ്ണ അതിൻ്റെ മീതെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്, കൈമിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കുക. അത്രേ വേണ്ടൂ. ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാനിത് ഉണ്ടാക്കുമ്പോഴേക്കും. 10-15 മിനിറ്റൊക്കെ വെച്ചാൽ ധാരാളമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ 2 ഷേപ്പിൽ ഞാനിത് കാണിക്കാം കേട്ടോ. കുറച്ച് പൊടി തൂവിയിട്ട് ആവശ്യത്തിനുള്ള ഇതേ ഒരു വലുപ്പത്തിലുള്ള ഡോ എടുക്കുക. എന്നിട്ട് ആദ്യം മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ കാണിക്കാം.
ഇത് ഒന്ന് പരത്തിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് എണ്ണ തൂവുക ഇതിൻ്റെ മീതെ. കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് മീതെ വീണ്ടും കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ടിത് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് വരും. ഇനിയിപ്പോൾ ഇതുപോലെ വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഞാനത് കാണിക്കാം. നമ്മൾ മേഥിയുടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയില്ലേ, ആ ഒരു രീതിയിൽ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ കുറച്ച് കനം കുറച്ചിട്ട് പരത്തുക. ഇനി ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാനിത് ദോശക്കല്ലുമ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയിലോ പാനിലോ ഇതിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് രണ്ട് സൈഡും കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ലെയർ പൊറോട്ട കാരണം കുറച്ചൊരു കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഉള്ളിൽ ആ പാലക്കൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ അത് നന്നായിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ലെയർ പൊറോട്ട റെഡിയായി, അല്ലെങ്കിൽ മടക്ക് ചപ്പാത്തി റെഡിയായി. ഇനി സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. രണ്ട് സൈഡിലും കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ പൊറോട്ട പോലെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ പോലെയല്ല, കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കണം. അപ്പോഴാണ് അതിന് ടേസ്റ്റും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഓയിൽ വേണ്ട വെച്ചാൽ അത്ര യൂസ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഈ പൊറോട്ടയും റെഡിയായി. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണത്. ഇപ്പോൾ ഇത് നിങ്ങൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വയ്ക്കാൻ ഇതിങ്ങനെ ഒന്നോ രണ്ടോ പൊറോട്ടയും അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. അല്ലെങ്കിൽ തൈരുണ്ടായ ധാരാളമാണ്. നല്ല ടേസ്റ്റാണത് കേട്ടോ. അതേപോലെ തന്നെ പാലക്കൊക്കെ ഉള്ള കാരണം ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറിനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.